നമസ്തേ, ശ്രേഷ്ഠയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കേരള പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലേക്കാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചോച്ചേരിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തമിഴ്നാട്ടിലാണോ വന്നിരിക്കുന്നതെന്ന് തോന്നും. ഗോപുരം പൂർണ്ണമായും തമിഴ്നാട് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ സുബ്രഹ്മണ്യനാണ്. അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. അതായത് വേദകാലഘട്ടം തൊട്ട് തന്നെ ഈ ക്ഷേത്രം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സ്കന്ദപുരാണത്തിൽ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാൻ ഇടവന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അഗസ്ത്യ മുനിക്ക് സുബ്രഹ്മണ്യൻ ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലിക്കൊടുത്ത സ്ഥലമാണ് ഇത് എന്നും പറയപ്പെടുന്നുണ്ട്. ദേവാദിദേവൻ മകനേവാ, ദേവാദിദേവൻ മകനേവാ, ദേവാദിദേവൻ മകനേവാ, ദേവാദിദേവൻ മകനേവാ, പരദേവി മടിയിൽ അമരും ഗുഹനേവാ, ദേവാദിദേവൻ മകനേവാ, പരദേവി മടിയിൽ അമരും ഗുഹനേവാ, വള്ളി ദൈവയാനി മണവാളാവാ, ശരവണ ഭവ പരമ ദയാള, വള്ളി ദൈവയാനി മണവാളാവാ, ശരവണ ഭവ പരമ ദയാള, ഷൺമുഖാവ കന്ദവാ, എനിക്കാവ വേലവ, വാ പഴനിമലയുറയും മുറുകാവ, കന്ദവാ എനിക്കാവ വേലവ. ഇവിടുത്തെ പ്രധാന ഉപപ്രതിഷ്ഠകൾ ശിവൻ, പാർവതി, ശ്രീരാമൻ, ഹനുമാൻ, അയ്യപ്പൻ, ഗണപതി, കൂടാതെ നാഗയക്ഷി. കേരളത്തിൽ ഇങ്ങനൊരു ക്ഷേത്രം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? തമിഴ്നാട് ശൈലിയിലുള്ള ഒരു ക്ഷേത്രം. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരവും പുറത്തുള്ള ഭാഗങ്ങളും മാത്രമാണ് തമിഴ്നാട് ശൈലിയിൽ. അകത്ത് അല്ലേ കേരള സ്റ്റൈലിലുള്ള ക്ഷേത്രം തന്നെയാണ് അകത്ത് വരുന്നത് അല്ലേ? പ്രതിഷ്ഠയും നല്ല വലിയ പ്രതിഷ്ഠയാണ്. തിരുമേനിമാരും പൂജ ശാന്തികർമ്മങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. അതുപോലെ വൃത്താകൃതിയിലുള്ള ഗർഭഗൃഹമാണ്.
അകത്ത് പോയ ടിപ്പിക്കൽ കേരള സ്റ്റൈൽ ഓഫ് ടെമ്പിൾ, പുറത്തുനിന്ന് കാണുമ്പം ഒരു തമിഴ്നാട് ശൈലിയിലുള്ള ക്ഷേത്രം. അത് ഒരു പക്ഷേ മുരുകൻ്റെ ക്ഷേത്രം ആയതുകൊണ്ടായിരിക്കാം. പഴനി പോലെ തന്നെ ആ ഒരു രീതിയിലാണ് ഈ ക്ഷേത്രവും. അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രമാണെങ്കിലും ഈ ഒരു റിനോവേഷനൊക്കെ നടന്നത് വളരെ അടുത്താണ്. പക്ഷേ പ്രതിഷ്ഠയൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഈ പ്രതിഷ്ഠ ഒരു ഗുഹയ്ക്കുള്ളിലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 3 തവണയെങ്കിലും ഇപ്പോൾ റിനോവേഷൻ കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. ഒരു ക്ഷേത്രം നിലനിൽക്കുന്നത് തന്നെ എത്ര വർഷങ്ങളോളം, 19 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും അതിന് കേടുപാടുകൾ സംഭവിക്കുക. ഒരു 100 വർഷം ഒക്കെ കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ കേടുപാട് സംഭവിക്കുക. അപ്പോൾ 3 തവണ ഇത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷത്തെ പഴക്കമുണ്ട്. അത് പറഞ്ഞല്ലോ, വേദകാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് സ്കന്ദപുരാണത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പം 10,000-2000 വർഷം പഴക്കം ഒക്കെയുള്ള പ്രതിഷ്ഠയാണിത്. അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു ക്ഷേത്രം അധികം ആരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് കാണുന്നത് തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുക. തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രത്തിലുള്ളതുപോലെ തന്നെ അവിടുത്തെ അതേ ചടങ്ങുകളെല്ലാം ഈ ക്ഷേത്രത്തിലുണ്ട്. പ്രധാനമായിട്ടും കാവടി തുള്ളൽ, അതുപോലെ തലമുണ്ടനം ചെയ്യൽ, അങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലും നടക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പൂജകളും മറ്റും ആ ക്ഷേത്രത്തിലെ തന്നെ ഇവിടെയും ചെയ്യാറുണ്ട്. കേരളത്തിലെ അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മൾ വന്നത്. ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോഴും അവിടുത്തെ ചരിത്രം അറിയുന്നതിലൂടെ ഭാരതത്തിൻ്റെ സംസ്കാരമാണ് നമ്മൾ പഠിക്കുന്നത്. വീണ്ടും വീണ്ടും ഭാരതം എന്താണ് എന്ന് അറിയാനുള്ള ഒരു അവസരമാണ് ഈ ക്ഷേത്ര ദർശനങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇനിയും മറ്റനേകം ക്ഷേത്രങ്ങളിൽ നമുക്ക് സഞ്ചരിക്കാം. മറ്റൊരു ശ്രേഷ്ഠ അധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്തേ.